സോ ഇന്ന് ഫൈനലി നമ്മുടെ മുതുക്ക് ചേർക്ക ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത്. അപ്പൊ ഗൈസ് നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. അലിവേ മത്തിക്കറിയും പോലെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. അപ്പം മുതുക്ക് ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ പറയും. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഒരു എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചക്കട, അതായത് ബാലരാമപുരത്തിന് അടുത്തൊക്കെ ആയിട്ട് വരും. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ, നമ്മുടെ പയ്യനെ ഇഷ്ടായോ? സോ അപ്പോ നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോണത്. ഇതിനെ പ്രണയചേഷ്ടകൾ എന്ന് പറയും. പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ പരിസരം മറക്കും. പെട്ടെന്ന് കാണിച്ച ഇങ്ങനെ. അപ്പം എനിക്ക് എനിക്ക് കയ്യൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ നാണമുള്ള ഒരാളല്ല, അങ്ങനെ നാണിക്കേണ്ട ഒരാളെ അല്ല ഞാൻ. കല്യാണം കഴിയും വരെ ഇത് തുടരും. അതിനുശേഷം പ്രേമിക്കുന്നവരെ കണ്ടാൽ ഇവർ ആറ്റി ഓടിക്കും. ആദ്യമൊക്കെ ഞാൻ അവനെ അപ്പുച്ചേട്ടാ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞാൻ ഒരു മാസം അവനെ ഞാൻ അപ്പുച്ചേട്ടാ ഇങ്ങനെ വിളിക്കും. കാരണം എന്നെക്കാളും 1 വയസ്സിന് മൂത്തതാണ്. അതെ, ഇതിലൊരു കള്ളത്തരില്ലാട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു വൈബ് ആയതിനു ശേഷം പിന്നെ ചേട്ടാന്ന് വിളിച്ച് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ചേട്ടാന്നില്ല, പിന്നെ അപ്പൂടാ വാടാ പോടാ അങ്ങനെയൊക്കെ ആയി. ഒരു പൊട്ടാക്കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. Of course, he's a human. I am a human. I'm also a human. ഞാൻ എന്തിനു പറയല്ല, അതെനിക്ക് എന്തിനു പറയണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. എന്തിനാ പറയണമെന്നുണ്ട്, എനിക്ക് ചങ്ക കൊണ്ട് ഞാൻ നാടൻ കന്നി പെണ്ണെ നാണം വന്നട പൂ, എനിക്ക് അങ്ങനെ തോന്നാണ്. നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരിങ്ങനെ നടന്ന് ലൈക്ക് പെട്ടെന്ന് ഒരു മുഖമൊക്കെ മറന്ന് നമുക്ക് മനസ്സിലാവില്ല. ഏടാ ഞാൻ ചോദിക്കും എന്താ പറ്റിയടാ, ഒന്നുമില്ലടി. കരഞ്ഞ് കണ്ണീര് വന്നാലോ പറയും ഒന്നുമില്ലടി. ഫുള്ള് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ആരെയും ചൂഴ് നോക്കാനോ എനിക്ക് അവനെയോ അവൻ എന്നെയോ ചൂഴ് നോക്കാൻ പറ്റൂല. പക്ഷെ ഒരു വിധം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വഞ്ചിക്കും, നീ വഞ്ചിക്ക് പോകില്ലെന്നാ. എടാ ചതിക്കില്ലെന്ന് നീയാണ് സത്യം. സോ ഗൈസ്, നമ്മള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ എനിക്ക് വേണം. ദീർഘസുമംഗലീ ഭവ.